ഇന്നലെ അമ്പലത്തിൽ കണ്ടില്ല. കഥകളി ഉണ്ടായിരുന്നു, ഉറങ്ങിപ്പോയി. സുമംഗല പോയോ? അകത്തുണ്ട്. ഇല്ല സാർ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. കളിയുടെ കാര്യം പറയുമ്പോഴാ പണ്ട് മാഷ് കളി കഴിഞ്ഞ് ക്ലാസ്സിൽ വന്ന് ഉറക്കം തൂങ്ങിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇനി ഒരു 1.5 കൊല്ലം കൂടി ഉണ്ട്, അത് കഴിഞ്ഞാ കളി കാര്യം. അയ്യോ, ആഹാ, മകളും വന്നിട്ടുണ്ടല്ലോ. ആ, അവളുടെ പരീക്ഷ കഴിഞ്ഞു. പിന്നെ അമ്മയ്ക്ക് ഒരേ നിർബന്ധം അവളെ കാണണമെന്ന്. പരീക്ഷ കഴിഞ്ഞതല്ലേ, കുറച്ച് ദിവസം അവളിവിടെ നിൽക്കട്ടെ. അസലായി. ഇവിടെ ആരാ നിൽക്കുന്നേ? ആര് വന്നാലും 2 ദിവസം. ആട്ടെ, മോൾ എവിടെയാ പഠിക്കുന്നേ? വിശ്വഭാരതിയിൽ കമ്പ്യൂട്ടർ സയൻസ്. എന്റെ വഴിക്ക് ആരും വന്നില്ല, മറ്റവനാണെങ്കിൽ അച്ഛന്റെ വഴിക്ക്. ചേച്ചി ആകെ സന്തോഷത്തിലാണല്ലോ. കുറച്ച് ദിവസം കൊച്ചുമോളെ ഇവിടെ പിടിച്ചു നിർത്താൻ ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ, വല്ല ആലോചനയും കൊണ്ടാണോ മാഷ് വന്നിരിക്കുന്നത്? മോൾ എന്ത് കഴിഞ്ഞെന്നാ പറഞ്ഞേ? കമ്പ്യൂട്ടർ സയൻസ് പോസ്റ്റ് ഗ്രാജുവേഷൻ. ഇവൾക്ക് മാഷ് വല്ലവരെയും കണ്ടുവച്ചിട്ടുണ്ടോ? നമ്മുടെ സ്കൂളിൽ കമ്പ്യൂട്ടർ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കുട്ടി പോയി. ഒരു ഗസ്റ്റ് ടീച്ചറുടെ ഒഴിവുണ്ട്. പരീക്ഷാഫലം വരുന്നത് വരെ മോൾ ഇവിടെ നിൽക്കട്ടെ. നല്ല ജോലി കിട്ടുമ്പോ മോള് പൊക്കോ. അയ്യോ, അച്ഛനോടൊന്ന് ചോദിക്കണ്ടേ? അതൊക്കെ ഞാൻ ഗോപിയോട് പറഞ്ഞോളാം. അവൻ എന്റെ സ്റ്റുഡന്റ് അല്ലേ? അത് ശരിയാ. ആ, ഒരു കണക്കിന് മാഷ് രാവിലെ അമ്പലത്തിൽ വരാതിരുന്നതും നന്നായി. ഗോപി എയർപോർട്ടിൽ വരുമല്ലോ. എത്തിയാലും ഉടനെ വിളിക്കണേ മോളെ. എനിക്ക് ഒരാഴ്ച പോലും ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല. അവളെങ്കിലും ഇവിടെ നിൽക്കട്ടെ. പാസ്സായാലുടൻ അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടുപോകും. ബൈ ബൈ. മോള് നല്ല ഉറക്കമാണ്. ക്ഷണമധുനാ നാരായണം അനുഗരമനു ഭജ മാം രാധേ. സഖിമുഖി മുഖരയ മണിരചന
പല്ലവ വൈരി പരാഭവ ഈകവനുഭവരുത്തുവേഷം ഗണമധുന നാരായണം അനുഗരമനു ഭജ മാം രാധേ. എന്താ മോളെ രാവിലെ തന്നെ? ദേ ഇവിടെ ഒരു അണ്ണാങ്കുഞ്ഞ്. അമ്മമ്മ എന്താ പ്രാർത്ഥിച്ചേ? അതൊക്കെ ഉണ്ട്. എന്തിനാ 3 പ്രാവശ്യം പ്രദക്ഷിണ വയ്ക്കണേ? അത് നീ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. മോള് ടീച്ചർമാരെ പോലെ ഡ്രസ് ചെയ്ത് സ്കൂളിൽ പോണേന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം? കൊഴപ്പൊക്കെ ഉണ്ട്. സുമംഗലക്ക് ഇത്രയും ഒരുക്കമില്ലായിരുന്നു. മോളെ ഒന്ന് വേഗം വാ. ഞാൻ റെഡി. പോവാം. ആ പോവാ. മോളെന്താ വല്ല TV പരിപാടിക്കും പോവാണോ? ഒരു മിനിറ്റ്. നീ ഇപ്പോഴവളെ അങ്ങോട്ട് പറഞ്ഞു വിടണമായിരുന്നു. രാഹുകാലത്തിന് മുമ്പെങ്കിലും ഒന്ന് ഇറങ്ങണം മോളെ. ഞാൻ വരണു. ഈ അപ്പൂപ്പന്റെ ഒരു കാര്യം. നിക്കപ്പൂപ്പ. വാ വാ. നമസ്കാരം. നമസ്കാരം. ഇരിക്കേ. മോളിത് പതുക്കെ പൂരിപ്പിച്ച് തന്നാ മതി. വാ കമ്പ്യൂട്ടർ റൂമിലേക്ക് പോവാം. മാഷ ഞാൻ ഇറങ്ങുക. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ശരി. ആ മോള് പഠിപ്പിക്കും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. ഇതാണ് നിങ്ങളുടെ പുതിയ കമ്പ്യൂട്ടർ ടീച്ചർ ശീലാപതി. നിങ്ങളുടെ പ്രസന്റേഷൻ ഒക്കെ എവിടം വരെയായി? വരെ എത്തി. ഇവിടെ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 20 കുട്ടികളുടെ 2 ബാച്ച്. ഓക്കെ, എല്ലാരും പ്രോഗ്രാം ചെയ്ത് കാണിക്കൂ. എന്താ മോളെ ഒരു വല്ലായ്മ? അവർക്കൊന്നും എന്റെ ഡ്രസ്സ് പിടിക്കണില്ല അപ്പൂപ്പ. ടീച്ചേഴ്സൊക്കെ എന്നെ വല്ലാണ്ട് നോക്കുക. കുട്ടികളും എനിക്ക് വയ്യ. ഞാൻ പോണില്ല അതിനങ്ങോട്ട്. ഈ കൽക്കട്ടയിലൊക്കെ വളർന്ന കുട്ടികൾക്ക് നാട്ടിൻപുറം എങ്ങനെ പിടിക്കുക? നല്ലപോലെ ദണ്ണം പറ്റിയിട്ടുണ്ട്. കൊറേ ദിവസം തിരുമണം. എന്തു പറ്റി അപ്പൂപ്പ? ഒന്ന് വീണു. കളത്തിൽ ഞാൻ ചെന്ന് നോക്കുമ്പോ ബോധം ഉണ്ടായിരുന്നില്ലെന്നേ. എന്നിട്ട് അമ്മയെ അറിയിച്ചോ? മാമനെ അറിയിച്ചോ? അവരെയൊക്കെ കൂടെ അറിയിച്ച് ബുദ്ധിമുട്ടിക്കണോ? അവൾ ഇപ്പൊ ഫോൺ ചെയ്യാൻ പോയിരിക്കുക. എനിക്ക് വൈകിട്ട് മഠത്തിലൊരു തിരുമലുണ്ട്. ഇപ്പോഴും ചെറുപ്പാന്നാ വിചാരം. ഇനി കുളിക്കാം.
ശ്യാമലേ വെള്ളം ചൂടായി. ആ അതൊക്കെ